എന്തു പറ്റി? ട്രോഫി അച്ഛനെ കാണിച്ചല്ലോ, പിന്നെന്താ മോക്ക്? എന്റെ അമ്മ ഉടനെ എങ്ങാനും വരുവോ? മോളുടെ അമ്മ വരും. എല്ലാവർക്കും അമ്മയുണ്ട്, എനിക്ക് മാത്രം അമ്മയില്ല. മോക്ക് അച്ഛനുണ്ടല്ലോ ഇല്ലേ? അച്ഛൻ കോമാളിയാണെന്നും പറഞ്ഞ് കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുവാ. എന്റെ പൊന്നുമോള് വിഷമിക്കണ്ട, മോളെ ആരും കളിയാക്കത്തില്ല. ദേ അങ്ങനെ കളിയാക്കിയ അമ്മമ്മ അങ്ങോട്ട് വരും ചോദിക്കാനായിട്ട്, കേട്ടോ? ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നു? എന്താ അമ്മേ? എന്തു ചേച്ചമ്മേ? ആരാണ് ചെയ്തത്? എടി ആരാണ് ചെയ്തതെന്ന്? എന്റെ കുഞ്ഞ് മരിച്ചത് നിങ്ങളോട് ആരടി പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കൊന്നോടി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്താടി കാണുന്നത്? ആരാ ഈ ഫോട്ടോ ഇങ്ങനെ മാലിട്ട് വെച്ചത്? ആന്റി, ഇത് ഞങ്ങൾ ആരും അല്ല ചെയ്തത്. അമ്മ പറഞ്ഞ സത്യമാണല്ലോ, ആര് ചെയ്താലും മോശമായി പോയി. ശരിയാ, എന്റെ കുഞ്ഞിനെ കാണാതായിട്ട് വർഷങ്ങളായി. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്റെ മോള് മരിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അവള് മരിച്ചോ? അമ്മേ, വർഷങ്ങൾ കുറേയായി എന്റെ മോളെ കാണാതായിട്ട്. എന്റെ കുഞ്ഞിപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ട്. അതിലെനിക്കൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇവളുടെ ചിത്രത്തിൽ മാലയിടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടി? എന്താ മോളെന്തിനാ കരയുന്നേ? എന്റെ മോളോടല്ല, അമ്മമ്മ അവരോടല്ലേ ദേഷ്യപ്പെട്ടത്? അമ്മുമ്മേ, അമ്മയുടെ ഫോട്ടോയിൽ മാലയിട്ട ഞാനാ. ഞാൻ രാവിലെ വരുമ്പോ ആ മാല താഴെ കിടക്കുകയായിരുന്നു. അമ്മേ, മോള് സ്കൂളിൽ പോവാ. വൈകിട്ട് നേരത്തെ വരാമേ, എന്നിട്ട് കാണാം. സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ മോള് പോയിട്ട് വരട്ടെ. ടാറ്റാ. സോറി അമ്മമ്മ, എന്റെ അമ്മ സുന്ദരി അയക്കാൻ വേണ്ടി ചെയ്തതാ. സാരമില്ല, എന്റെ മോൾ അറിയാതെ ചെയ്തല്ലേ. മോള് ഈ ട്രോഫി കൊണ്ടുപോയി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ട് വെക്ക്. എപ്പോഴെങ്കിലും മോളുടെ അമ്മ നേരിട്ട് വന്ന് ഇത് കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവും. ചെല്ലു മോളെ.
ഫ്രണ്ട്സ് ഒക്കെ എന്നെ വല്ലാതെ കളിയാക്കുന്നുണ്ട്. ചിലപ്പോ സങ്കടം വരും എനിക്ക്. അമ്മ ഇപ്പൊ എവിടെയാ? പോയ കാര്യം എന്താ അനുപേട്ട? എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ ഏട്ടാ, അയാൾ എന്താ പറഞ്ഞേ? ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലടി. പണക്കാരന്റെയും ജയിച്ചവന്റെയും കൂടെ മാത്രമേ എല്ലാവരും നിൽക്കൂ. തോറ്റുപോയവരെ സഹായിക്കാൻ ഒരാളും തയ്യാറല്ല. അപ്പോ പണം കിട്ടില്ലേ ഏട്ടാ? നമ്മളൊക്കെ ഇപ്പൊ വീണ് കിടക്കുന്നവരാ. തലയിൽ ചവിട്ടി താഴ്ത്താൻ മാത്രമേ ആളുകളുള്ളൂ. ആരും ഒരു കൈ തന്നുപോലും സഹായിക്കില്ല. അമ്മയെവിടെ? അമ്മയാകെ വിഷമിച്ച് കിടക്കുക. ലോനപ്പേട്ടൻ വൈകുന്നേരം വിളിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നപ്പോ പലിശ പോലും വാങ്ങാതെ നമ്മളെ സഹായിച്ച ആളാണ് ലോനപ്പേട്ടൻ.